പൈൽസ്, ആനൽ ഫിസ്റ്റുല, ഫിഷർ പോലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവരോട് ഡോക്ടേഴ്സ് എപ്പോഴും നിർദ്ദേശിക്കാറുള്ളൊരു കാര്യമാണ് ഫൈബർ അഥവാ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തായാലും അവർ കഴിച്ചിരിക്കണമെന്നുള്ളത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ പൈൽസിന്റെ പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നത് നോക്കിയാലോ. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം വെള്ളം ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് മലത്തെ കൂടുതൽ സോഫ്റ്റ് ആക്കി മാറ്റുന്നു. സോ സ്ട്രെയിനിങ്ങോ മറ്റോ കൂടാതെ എളുപ്പത്തിലൊരു മലവിസർജനമാണ് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കൊള്ളുകളിലൊക്കെ പ്രഷർ കുറയുകയും പൈൽസ് പോലുള്ള ഇഷ്യൂസ് വരാതിരിക്കാനും സഹായിക്കുന്നു. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരങ്ങളിൽ ഫൈബർ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ഡയറ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു റൂട്ടീനോ ഒന്നും തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊക്കെ പഴവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തേത് ആപ്പിളാണ്. തൊലിയോടുകൂടെ തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. പിന്നീട് നാരങ്ങ, മുസമ്പി ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് ഫൈബർ ഉണ്ട്. പേരയ്ക്ക, പപ്പായ, ബെറീസും ഇതേ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പച്ചക്കറികളിൽ ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ, കൂടാതെ ലീഫ് വെജിറ്റബിൾസ് ആയിട്ടുള്ള മുരിങ്ങയില, ചീരയില, ക്യാബേജ് പോലുള്ളതിലും ധാരാളം ഫൈബർ ഉണ്ട്. അടുത്തത് ഹോൾ ഗ്രെയിൻസ് ആണ്. അതായത് നമ്മുടെ ബ്രൗൺ റൈസ്, ഓട്സ് ഇതൊക്കെ ഇവയിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ കടല, ചെറുപയർ പോലുള്ള ധാന്യങ്ങളിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് കയറി എല്ലാ ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കുക. സ്ലോലിയാണ് നമ്മൾ പതിയെ നമ്മുടെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരിക. ഒപ്പം തന്നെ ധാരാളം വെള്ളം കുടിച്ചിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഫൈബർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും എത്തിയിരിക്കണം.